ഈ തൈറോയിഡിന്റെ മരുന്ന് നമ്മൾ എടുക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അടുത്ത ഡോസ് എപ്പോഴാണ് എടുക്കേണ്ടത്? അതുപോലെ എടുത്തിട്ടില്ലെങ്കിൽ എന്താണ് നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിൽ സംഭവിക്കുന്നത് എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. ഒന്നാമതായിട്ട് നിങ്ങളുടെ തൈറോയിഡിന്റെ മരുന്ന് എടുക്കാൻ മറന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അടുത്തത് എപ്പോഴാണോ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് ആ സമയത്ത് എടുക്കുക എന്നുള്ളതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് രാത്രിയിലാണ് ഓർമ്മ വരുന്നത്, രാവിലെ വെറും വയറ്റിൽ കുടിക്കണമെന്ന് പറഞ്ഞു, രാത്രിയിലാണ് ഓർമ്മ വരുന്നത്, അല്ലെങ്കിൽ ഒരു 6 മണി 7 മണി ശേഷമൊക്കെ ആയിട്ടാണ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നതെങ്കിൽ നിങ്ങൾ ആ ഡോസിനെ വറീഡ് ആവേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ഡോസ് എടുത്താൽ മതി. കാരണം നമ്മുടെ തൈറോയിഡിന്റെ മരുന്നിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ട്, 4 മണിക്കൂർ മുന്നേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ, പിന്നെ എംപ്റ്റി സ്റ്റൊമക്ക് ആയിരിക്കണം, അത് മീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ ഈ സമയങ്ങളിലെല്ലാം തന്നെ തൈറോയിഡ് ഗ്ലാൻഡിന് ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല എന്നൊരു സംശയം ഉണ്ടായിരിക്കും. യഥാർത്ഥത്തിൽ തൈറോയിഡ് എന്ന് പറയുന്ന ഹോർമോണിനെ എക്സ്ട്രാ ടാബ്ലറ്റ് മുഖാന്തരം നൽകുകയാണ് ആക്ച്വലി ഈ മരുന്ന് മുഖാന്തരം ഉദ്ദേശിക്കുന്നത്. ഇവിടെ തൈറോയിഡ് ആവശ്യമായ രീതിയിലേക്ക് ശരീരത്തിന്റെ ഭാഗങ്ങളിൽ എത്തുന്നില്ല എന്ന് തലച്ചോറ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്ന ഗ്ലാൻഡ് ഉണ്ട്. ആ ഗ്ലാൻഡ് എന്ത് ചെയ്യും? തൈറോയിഡിനോട് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണ്, സംസാരിക്കുകയാണ്. അതായത് എടാ, തൈറോയിഡ് എന്ന് പറഞ്ഞ ഹോർമോണിന്റെ കുറവുണ്ട്, സോ നീ കൂടുതൽ ഹോർമോൺ റിലീസ് ചെയ്യണം എന്നുള്ളത് സംസാരിക്കുകയാണ്. ഈ സംസാരത്തിന് ഉപയോഗിക്കുന്ന ഒരു മെസ്സഞ്ചറാണ് ആക്ച്വലി TSH. നമ്മൾ സാധാരണ ലാബ് ടെസ്റ്റ് ചെയ്യുന്ന TSH, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. നമ്മുടെ തൈറോയിഡിനെ ഹോർമോൺ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു സന്ദേശകനാണ് ആക്ച്വലി TSH. അപ്പൊ ഈ TSH റിലീസ് ആക്കുക എന്ന് പറയുമ്പോൾ തൈറോയിഡിന്റെ ഹോർമോൺ എത്രത്തോളം കുറവുണ്ടോ അത്രത്തോളം TSH കൂട്ടിക്കൊടുക്കും. കാരണം പെട്ടെന്ന് ഇറക്കുക എന്നുള്ളത് ഇങ്ങനെ പറയുന്നത് കൊണ്ടാണ് TSH ലെവൽ നമ്മുടെ ബ്ലഡിൽ കൂടാനുള്ള കാരണം. ഓക്കെ, ഈ അവസ്ഥയിൽ തൈറോയിഡിന്റെ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ കുറവായിരിക്കും എന്നുള്ളത് കൂടി മനസ്സിലാക്കാം. അപ്പൊ ഈ ഹോർമോൺ കുറവുണ്ട് എന്ന് കരുതിയിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ തടിക്ക് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവും, ഭയങ്കരമായിട്ട് ക്ഷീണം ഉണ്ടാവും, പാൽപിറ്റേഷൻ കൂടും, ഹാർട്ട് പമ്പിങ് കുറയും, മെറ്റബോളിസം കുറയും, കൊളസ്ട്രോൾ കൂടും. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല. അത് നിങ്ങൾ 1, 2, 3 ഡോസുകൾ മിസ് ആയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് കാരണമാകും. അല്ലെങ്കിൽ ഇന്ന് ഡോസ് മിസ്സായി, നാളെ കുടിച്ചു, മറ്റത്തെ ഡോസ് മിസ്സായി, പിറ്റേന്ന് കുടിച്ചു, അങ്ങനെ ഒരു ഇടക്കിടക്ക് ഇങ്ങനെ ഡോസ് മിസ് ആകുന്നുണ്ടെങ്കിലും ഈ പറയുന്ന ഹോർമോണിന്റെ നോർമൽ ആ റെഗുലർ റിതം പ്രോപ്പർ ആയിരിക്കില്ല. അത് പ്രശ്നമാണ്. പക്ഷെ ഒരു ദിവസം നിങ്ങൾ മറന്നു പോയെന്ന് കരുതിയിട്ട് worried ആവേണ്ട ആവശ്യമില്ല. അത് നിങ്ങളുടെ ശരീരം വല്ലാതെ ബാധിക്കില്ല. പക്ഷേ അങ്ങനെ മാറുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ക്ഷീണം കൂടുതൽ വരുന്നുണ്ടെങ്കിൽ, ഇച്ചിങ് വരുന്നുണ്ടെങ്കിൽ, ഉറക്കം കൂടുന്നുണ്ടെങ്കിൽ, ഇത്തരം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ തൈറോയിഡ് ചെക്ക് ചെയ്യണം. ഈ ഡോസ് വിട്ടുപോയി എന്ന് കരുതിയോട് മാത്രം ഈ പ്രശ്നം വരില്ല. തൈറോയിഡ് ഓൾറെഡി മാറ്റം ഉള്ളത് കൊണ്ടായിരിക്കും ഈ ഒരു പ്രശ്നം വരാനുള്ള കാരണം. ഇനി സ്വാഭാവികം നിങ്ങൾ സംശയം എങ്ങനെ ആയിരിക്കും? അതായത് രാവിലെ 6 മണിക്ക് ഞാൻ ഗുളിക കുടിക്കേണ്ട ഒരാളാണ്, പക്ഷെ എനിക്ക് ഓർമ്മ വന്നത് വൈകിട്ട് ഒരു 9 മണിക്കോ 10 മണിക്കോ ആണ്. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എംപ്റ്റി സ്റ്റൊമക്ക് ആക്കുന്ന ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നെക്സ്റ്റ് ഡേ 6 മണിക്ക് കുടിച്ചാൽ മാത്രം മതി. അടുത്തത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മരുന്ന് കുടിക്കുന്നത് മറക്കാതിരിക്കാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളതാണ്. വല്ല റിമൈൻഡറോ വല്ല ആപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ ഡെയിലി നിങ്ങളുടെ ഫോൺ അലാറം അതിൽ വെക്കുക. രാവിലെ എഴുന്നേറ്റ് ഉടനെ അലാം കേട്ട് എഴുന്നേൽക്കുന്നവരുണ്ടായിരിക്കുമല്ലോ, ആ അലാമത്തിന്റെ കൂടെ ഒരു ലാബിലേക്ക് കൊടുക്കുക, ടേക്ക് യുവർ തൈറോയിഡ് മെഡിസിൻ എന്ന രീതിയിലേക്ക് ഒരു റിമൈൻഡർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് റിമൈൻഡറാണ്, നിങ്ങൾക്ക് രാവിലെ എടുത്ത് കുടിക്കാൻ വേണ്ടി സാധിക്കും. സോ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക.